ഗീവർഗീസ് മാർ കൂറിലോസ്, താങ്കളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അത് വളരെ ശ്രദ്ധ തേടിയ ഒന്നാണ്. അതിൽ താങ്കൾ പറയുന്ന ഒരു കാര്യമുണ്ട്. കേരളം ഒട്ടും പുരോഗമനപരമല്ല, മാനുഷിക മുഖം നഷ്ടപ്പെട്ട ഒരു വനംവകുപ്പാണ് നമുക്കുള്ളത്. ഇതിലിപ്പോൾ ഈ കോടതിയിലെ ഉത്തരവ് താങ്കൾ ശ്രദ്ധിച്ചു കാണുമെന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് ഇതിൽ നടന്നിട്ടുള്ളത് എന്ന് കോടതി ചോദിക്കുകയാണ്. ഇതിൽ പ്രഥമ ദൃഷ്ട്യാ പോലും ഒന്നും കണ്ടെത്താൻ കഴിയാത്ത, ഒരു തെളിവുമില്ല, കുറ്റകൃത്യം നിലനിൽക്കാത്ത ഒരു കാര്യം. മാത്രമല്ല, ഈ വേടൻ എന്ന് പറയുന്നതിന് ആൾക്കെതിരെ ഇതിനു മുൻപ് സമാനമായ ഒരു തരത്തിലും ഇങ്ങനെയുള്ള ഒരു കുറ്റകൃത്യം ചെയ്ത ഒരു ചരിത്രവുമില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിൽ കുടുക്കുക എന്നതിലേക്ക് പോയിരിക്കുന്നത് കോടതി അത് പറയുന്നില്ല. പക്ഷെ നമുക്കത് വായിച്ചു നോക്കുമ്പോൾ ആ തരത്തിലേക്ക് നമ്മൾ നിഗമനത്തിലെത്താൻ നിർബന്ധിതരാവുക കൂടിയല്ലേ ഗീവർഗീസ് മാർ കൂറിലോസ്? ഇതെന്തിനാണ്? ഇത് ഭരണകൂടത്തിന്റെ ഭാഗമായി തന്നെ ഇത്തരം നടപടി ഉണ്ടാകുന്നു എന്നാണോ ഇതിനെ വിവക്ഷിക്കേണ്ടത്? ഏതാനും ചില ഉദ്യോഗസ്ഥർ ചെയ്യുന്നതാണ് ഇത് എന്ന് പറഞ്ഞ് നമ്മൾ ഇതിനെ ചുരുക്കി കാണേണ്ടതാണോ? നമ്മുടെ കേരളത്തിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഈ വേടൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഒരു ഹഞ്ച് ഇതിൻ്റെ പിന്നിൽ ആസൂത്രിതമായ ചില നീക്കങ്ങൾ നടന്നു എന്ന് തന്നെയാണ്. വനം വകുപ്പ് ഇതിലൊരു മുഖ്യ പ്രതിയാണ്. അവരൊരു വലിയൊരു ക്രിമിനലിനെ പിടിച്ച്, ഒരു വലിയ രാജ്യദ്രോഹിയെ പിടിച്ച് അറസ്റ്റിലാക്കി ഞങ്ങളൊരു വലിയ കാര്യം ചെയ്തിരിക്കുന്നു, ഒരു ഹീറോയിക് ആക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ള മട്ടിലാണ് ഈ പാവപ്പെട്ട മനുഷ്യനെ സമൂഹത്തിൻ്റെ മുമ്പിൽ കൂടി, മാധ്യമങ്ങളുടെ മുമ്പിൽ കൂടിയൊക്കെ കൊണ്ടുപോയത് എന്നോർത്ത് ഞാൻ ലജ്ജിക്കുകയാണ്. നമ്മുടെ നാടിനെ ഓർത്ത്, നമ്മുടെ ഭരണ സംവിധാനങ്ങളെ ഓർത്ത്. വനം വകുപ്പ് കുറേ നാളുകളായിട്ട് ഈ പഴികൾ കേൾക്കുകയാണ്. ഇതൊക്കെ ഏത് കർണങ്ങളിലാണ് പതിക്കുന്നത് എന്നെനിക്ക് അത്ഭുതമാണ്. ചില ഉദ്യോഗസ്ഥരെ മാത്രം പഴിച്ച് ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്മാറാമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് ഒരു കോമഡി ഓഫ് എറേഴ്സ്, അതോ ട്രാജഡി ഓഫ് എറേഴ്സ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയില്ലേ. ഇവിടെ മനുഷ്യൻ്റെ ജീവന് വിലയില്ല. എത്ര കാലങ്ങളായി ഓരോ ദിവസവും, ഓൾമോസ്റ്റ് എവറി ഡേ, എവറി അതർ ഡേ ഒരു മനുഷ്യജീവനെങ്കിലും ഇവിടെ നഷ്ടപ്പെടുകയാണ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ. എൻ്റെ സുഹൃത്ത് റജി ലൂക്കോസ് പറഞ്ഞ പോലെ 5 ലക്ഷം രൂപ അടുക്കി വെച്ചിരിക്കുകയെന്ന് തോന്നി, ഇങ്ങനെ കെട്ടുകളായിട്ട് ഓരോരുത്തർ ഓരോ ദിവസവും കൊടുത്ത് അവരുടെ ഉത്തരവാദിത്വം തീർക്കാനായിട്ട്. എന്തൊരു നാടാണ്! മനുഷ്യജീവന് വിലയില്ലാത്തൊരു നാട്ടിലെങ്ങനെയാണ് നമുക്ക് ജീവിക്കാൻ കഴിയുക? അങ്ങനെ ഒരു വനം വകുപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ മാനുഷിക മുഖം നഷ്ടപ്പെട്ട ഒരു വനം വകുപ്പ് എന്ന് ആവർത്തിച്ച് പറയുന്നത്. അവർക്ക് നീതിയെക്കുറിച്ച്, മനുഷ്യനീതിയെക്കുറിച്ച്, മാനവികതയെക്കുറിച്ച് യാതൊരു സങ്കല്പവുമില്ലാത്ത കുറച്ച് പേരാണ് വനം വകുപ്പിനെ നിയന്ത്രിക്കുന്നത് എന്നുള്ള കാര്യത്തിന് സംശയമില്ല. അതിൻ്റെ ഒരു കൂടെയാണ് വേടൻ. പക്ഷേ അതിനപ്പുറത്തേക്ക് ചില ആസൂത്രിത ശ്രമങ്ങൾ രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തെ തകർക്കാൻ ഇതിൻ്റെ പിറകിൽ ശ്രമം നടന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ സൂചിപ്പിച്ചതുപോലെ വേടൻ മുന്നോട്ട് വയ്ക്കുന്ന, അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ കൂടി, സംഗീതത്തിൽ കൂടി മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയം, അതിനെ സ്വത്തു രാഷ്ട്രീയമെന്നും അംബേദ്കർ രാഷ്ട്രീയമെന്നും കേവല ജാതി രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് പുച്ഛിച്ചു തള്ളുന്ന ഇടതുപക്ഷത്തും വലതുപക്ഷത്തും മധ്യപക്ഷത്തും ഒക്കെയുള്ള രാഷ്ട്രീയ ശക്തികൾ ഇതിൻ്റെ പിറകിലുണ്ടാവാം എന്ന് ഞാൻ സംശയിക്കുകയാണ്. കാരണം അവർക്കെല്ലാവർക്കും ഒരുപോലെ, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം ഒരുപോലെ ഹിതകരമല്ലാത്ത, പഥ്യമല്ലാത്ത, ഒരുപക്ഷെ ഭീഷണി പോലും ഉയർത്തുന്ന ഒരു രാഷ്ട്രീയമാണ് അദ്ദേഹം അടിത്തട്ട് രാഷ്ട്രീയത്തിൽ കൂടി, കീഴാട രാഷ്ട്രീയത്തിൽ കൂടി, സബാൾട്ടൻ പൊളിറ്റിക്സിൽ കൂടി, കർത്തൃത്വത്തിൻ്റെ രാഷ്ട്രീയത്തിൽ കൂടി മുന്നോട്ട് വയ്ക്കുന്നത്. അത് പലരെയും, പല അധികാര ശക്തികളെയും അദ്ദേഹം വെല്ലുവിളിക്കുന്നത്. ബാബാ സാഹേബ് അംബേദ്കറും മഹാത്മാ അയ്യങ്കാളിയും ഒക്കെ മുന്നോട്ട് വെച്ച ഈ ജാതിക്കെതിരെയുള്ള, ഒരു ജാതിരഹിത സമൂഹത്തിന് വേണ്ടിയുള്ള, അധീശത്വ ശക്തികൾക്കെതിരെയുള്ള, സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെയുള്ള, ഭൂപ്രഭുക്കന്മാർക്കെതിരെയുള്ള ഒരു വലിയൊരു യുദ്ധമാണ്, ഒരു ധാർമ്മിക യുദ്ധമാണ്, ഒരു റെസിസ്റ്റൻസാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ മുഴുവൻ മുഴങ്ങിക്കേൾക്കുന്നത്. അത് അത്ര പെട്ടെന്ന് എല്ലാവർക്കും ദഹിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മുഖ്യധാരയിലുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, ഇടത് വലത് ഭേദമില്ലാതെ എല്ലാവരെയും, ഈ ചെറിയ പാട്ടുകാരൻ, എന്നാൽ ചെറുത് എന്ന് ഞാൻ പറയുന്നത് വലിപ്പത്തിലാണ്, പക്ഷേ കണ്ടൻറ്റ് കൊണ്ട് വലിയ വലിപ്പമുള്ള ഈ പാട്ടുകാരൻ, ഈ ചെറുപ്രായത്തിൽ തന്നെ ഇത്രയും പോപ്പുലാരിറ്റിയും ഇമ്പാക്റ്റും ഫോളോയിങ് നേടിയ ഈ കലാകാരനെ എങ്ങനെയെങ്കിലും തകർത്ത് കളയാം എന്നൊരു ആസൂത്രിത ശ്രമം രാഷ്ട്രീയമായിട്ട് തന്നെ അദ്ദേഹം ഇതിൻ്റെ പിറകിലുണ്ട് എന്ന് ഞാൻ ന്യായമായിട്ടും സംശയിക്കുന്നു. അതെ, അതാണ്.